ഓക്കെ, ഇന്ന് നമ്മൾ ഫോട്ടോഷോപ്പിൽ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റിൻ്റെ വർക്കുകളാണ്. ഒരു ടെക്സ്റ്റ് എങ്ങനെയാണോ ഭംഗിയാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുന്ന ടെക്സ്റ്റിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വർക്കുകളാണ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ കാണാലോ അല്ലേ? സ്ക്രീൻ കാണാലോ? കുഴപ്പമില്ലല്ലോ. ടൈപ്പ് ചെയ്യുന്ന ടൂൾ കാണാം. ടൂൾ ബോക്സിൽ കണ്ടില്ലേ ടി എന്നുള്ള ടൂൾ കണ്ടോ നിങ്ങൾ? ഈ ടി എന്നുള്ള ടൂളിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമുക്ക് നേരെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ മലയാളം ഫോണ്ടായ കാരണമാണ് അവിടെ മലയാളം വന്നത് നമ്മുടെ സിസ്റ്റത്തിലെ. ഓക്കെ, സൗമ്യ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങണുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ടെക്സ്റ്റാണ്. ടെക്സ്റ്റിൻ്റെ പ്രത്യേകത, ടി എന്നുള്ള ടൂൾ എടുത്തിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ രീതിയിൽ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സെലക്ഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലെറ്റർ സ്റ്റൈലുകൾ മാറ്റാം. മനസ്സിലായല്ലോ? നമ്മുടെ ഫോണ്ടിൻ്റെ സ്റ്റൈലുകൾ മാറ്റാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ സ്റ്റൈലുകൾ മാറ്റുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. സ്റ്റൈലുകൾ ഇവിടെ സെലക്ഷൻ ചെയ്തിട്ടേ ഈ അടിയിലത്തെ ഏരോ അല്ലേ, കീബോർഡിൻ്റെ മുകളിൽ ഗെയിം കളിക്കുന്ന 4 ഏരോ അല്ലേ, ഈ 4 ഏരോയിലെ അടിയിലത്തെ ഏരോ നമ്മളിങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് അതിലുള്ള എല്ലാ ഫോണ്ടുകളുടെ പ്രിവ്യൂ ഇവിടെ പ്രിവ്യൂ ചെയ്ത് വന്നിരിക്കും. കണ്ടോ? മനസ്സിലായല്ലോ? അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് എനിക്ക് ഈ സ്റ്റൈലല്ല, എനിക്ക് വേറെ സ്റ്റൈൽ വരണം, ടെക്സ്റ്റിന് വേറെ സ്റ്റൈൽ വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സെലക്ഷൻ ചെയ്തിട്ട് നേരെ നമ്മുടെ ആ ഫോണ്ട് കാണാം. ടൈപ്പ് ചെയ്യുന്നതിൻ്റെ പ്രോപ്പർട്ടീസിൽ മേലെ കാണാം ഫോണ്ട്, കണ്ടല്ലോ? അതുമ്മ ക്ലിക്ക് ചെയ്യുക. ആ ഫോണ്ടിൻ്റെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നീല കളറിൽ സെലക്ഷൻ ആവും. എന്നിട്ട് നമ്മുടെ കീബോർഡിൻ്റെ മുകളിലുള്ള ഏരോ, മനസ്സിലായല്ലോ? ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ഏരോ അടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫോണ്ടുകളുടെ മോഡലുകൾ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്കറിയാവുന്ന ഫോണ്ടുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ ഫോണ്ടിൻ്റെ പേര് ഇപ്പോൾ എനിക്ക് പറയുകയാണ്, എനിക്കൊരു കട്ടി കൂടിയിട്ടുള്ള വേറൊരു ഫോണ്ട് വേണം. അപ്പോൾ ഏരിയൽ എന്നുള്ള ഫോണ്ടിൽ ഏരിയൽ ബ്ലാക്ക് എന്നുള്ളൊരു ഫോണ്ട് ഉണ്ട്, കണ്ടോ? അതേപോലെ തന്നെ വേറെ സ്റ്റൈൽ കട്ടിയുള്ള ഫോണ്ടുകളാണെന്നുണ്ടെങ്കിൽ ഇമ്പാക്റ്റ് എന്നുള്ളൊരു ഫോണ്ട് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ ഫോണ്ടുകൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫോണ്ടുകൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് സെലക്ഷൻ ചെയ്യുക. ജസ്റ്റ് സെലക്ഷൻ ചെയ്തിട്ട് ഈ ഫോണ്ടിൻ്റെ സ്റ്റൈലുകൾ നമുക്കൊന്നിങ്ങനെ മാറ്റി കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഫോണ്ടുകൾ മാറുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ ലെറ്റർ സ്റ്റൈലുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ലെറ്റർ സ്റ്റൈലുകൾ തിരഞ്ഞെടുക്കാം. കണ്ടല്ലോ? അപ്പോൾ ഫോണ്ടുകളുടെ പേര് ഇപ്പം ഞാൻ തൽക്കാലം ഇതിൽ ഇമ്പാക്റ്റ് എന്നുള്ളൊരു ഫോണ്ട് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഇനി ഫോണ്ടിൻ്റെ ഉള്ളിൽ ഫോണ്ടിൻ്റെ കുറേ പ്രോപ്പർട്ടീസുകളുണ്ട്. കുറേ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫോണ്ടിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റൈലുകൾ. അതെവിടെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിവിടെ ഫോണ്ട്, തൊട്ടപ്പുറത്ത് അതിൻ്റെ സ്റ്റൈല്, അതായത് ബോൾഡാണോ, നേരോ ആണോ, ചെറുതാണോ, ഇറ്റാലിക്സ് ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ മാറ്റാം. ഫോണ്ടിൻ്റെ സൈസ് ഇവിടെ ചേഞ്ച് ചെയ്യാം. ഇവിടെ 72 വരെ ഉണ്ടാവുള്ളൂ, പക്ഷേ നമുക്ക് അതിനും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സെലക്ഷൻ ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്കൊരു 200 വേണം, മനസ്സിലായല്ലോ? ഇപ്പോൾ എനിക്കൊരു 50 വേണം, അപ്പോൾ അതിനനുസരിച്ച് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിൽ തന്നെ ഷാർപ്പ് ഉണ്ട്, സ്ട്രോങ് ഉണ്ട്, സ്മൂത്ത് ഉണ്ട്, അങ്ങനത്തെ പല സ്റ്റൈലുകളുണ്ട്. അലൈൻമെൻറ്റുകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അലൈൻമെൻറ്റുകൾ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ലെഫ്റ്റ് അലൈൻമെൻറ്റാണ്, മനസ്സിലായല്ലോ? ഇനി സെൻട്രൽ അലൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നോക്കിയത് സെൻട്രലിൽ നിന്ന് 2 സൈഡിലേക്കായിട്ടാണ് ടെക്സ്റ്റ് പോകുന്നത്. അതേപോലെ തന്നെ റൈറ്റ് അലൈൻമെൻ്റ് ഉണ്ട്, കണ്ടല്ലോ? റൈറ്റ് സൈഡിലുള്ള അലൈൻമെൻറ്റുകളാണ് അത്. റൈറ്റ് സൈഡിൽ നിന്നാണ് എന്ത് ചെയ്യുക? നമുക്ക് ആ ഫയല് വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അലൈൻമെൻറ്റുകൾ ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. ഈ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ കളറാണ് അടുത്തത്, ടെക്സ്റ്റിൻ്റെ കളർ. ക്ലിയർ അല്ലേ? ഏത് കളറാണെന്നുണ്ടെങ്കിൽ ആ കളേഴ്സുകൾ നമുക്ക് ഇവിടെ നിന്ന് സെലക്ഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കളറുകൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് wrap text.
നോക്കൂ, ക്ലിയർ അല്ലേ? നമ്മളിടുന്ന ഏത് മോഡലാണെന്നുണ്ടെങ്കിൽ ആ മോഡൽ റാപ്പ് ചെയ്യാനായിട്ട് പറ്റും. ടെക്സ്റ്റുകളെ റാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാം. കണ്ടല്ലോ, ഭാഗം മനസ്സിലായില്ലേ? അതുപോലെ ഹൊറിസോണ്ടൽ ഫോർമാറ്റുകൾ സെറ്റ് ചെയ്യാം, വെർട്ടിക്കൽ ഫോർമാറ്റുകൾ സെറ്റ് ചെയ്യാം. ഏത് തരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടെക്സ്റ്റുകളെ റാപ്പ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞ ഭാഗം മനസ്സിലായല്ലോ? ഫോണ്ട് സൈസ്, അലൈൻമെൻറ്റുകൾ, ഫോണ്ടിൻ്റെ സൈസുകൾ, അലൈൻമെൻറ്റുകൾ, കളറ്, റാപ്പ് ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ ഇതുവരെ പറഞ്ഞത്? ഇനി അടുത്തത് വരുന്നതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ക്യാരക്ടർ. ഇതാണ് ശരിക്കും ടെക്സ്റ്റിൻ്റെ ഫുള്ള് കാര്യങ്ങൾ വരുന്നത് ഈ ക്യാരക്ടറിലാണ്. ഇവിടെ ഫോണ്ട് ഉണ്ട്, സൈസ് ഉണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഫോണ്ടിൻ്റെ സൈസ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കണ്ട A to A കഴിഞ്ഞിട്ട് അടിയിലേക്ക് ഒരു ഏക എടുക്കുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 വേർഡൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴേ ആ 2 ലൈനുകൾ തമ്മിലുള്ള അകലാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായ? അതായത് ഇപ്പോൾ ഇമേജിൽ നിന്ന് ഞാൻ ഇവിടുത്തെ ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു, എന്നിട്ട് ഞാൻ ഇവിടെ ഹായിന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ എന്ത് ചെയ്യാണ്, ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. കണ്ടല്ലോ, നമ്മളിവിടെ കൊടുക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഭാഗം ആക്റ്റീവ് ആവുന്നുണ്ടാവും. ക്ലിയർ ആയാ? ഇതിൻ്റെ ഉള്ളിൽ ഭാഗം മനസ്സിലായല്ലോ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടിയിൽ നോക്കിയേ, നമുക്ക് ടെക്സ്റ്റുകളെ ഇതും എപ്പോഴും 0 ആണ് കിടക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കാനൊക്കെ ആയിട്ട് പറ്റും. കണ്ടോ, ടെക്സ്റ്റുകളെ തമ്മിൽ ലൂസാവണുണ്ടോ ടെക്സ്റ്റുകൾ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇത് മൈനസ് ആണെങ്കിൽ നന്നായി അടുക്കും. മറ്റേതാകുമ്പോൾ 2 ലൈനുകൾ തമ്മിലുള്ള അകലം, ഇതാണെന്നുണ്ടെങ്കിൽ 2 ആ ടെക്സ്റ്റുകൾ തമ്മിലുള്ള അകലാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ്, ഇതെപ്പോഴും 0-ലായിട്ടൊക്കെ എടുക്കുന്നുണ്ടാവുക. പിന്നെ അടുത്തത് വരുന്നതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള മാട്രിക്സ്. നമ്മൾ സാധാരണ കറക്റ്റ് നോർമൽ സ്റ്റേജ് 0 തന്നെയാണ് എടുക്കുക. ഇവിടെ നോക്കിയൊക്കെ നിങ്ങൾ, ഇവിടെ ഞാനൊരു 50 കൊടുത്തപ്പോൾ കണ്ട ടെക്സ്റ്റിൻ്റെ സൈസ് കുറഞ്ഞത് കണ്ട, ഹൈറ്റ് കുറഞ്ഞത് കണ്ട നിങ്ങൾ. ഇവിടെ സാധാരണ രീതിയിൽ 100 തന്നെയാണ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മളിത് ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബോൾഡ് കട്ടി കൂട്ടാനായിട്ട്, ഇറ്റാലിക്സ് ചെരിക്കാനായിട്ട്, ക്യാപ്സ് ലെറ്ററിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ക്യാപ്സ് ലെറ്റർ അല്ലാതെ ടൈപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാപ്സ് ലെറ്റർ ആക്കി മാറ്റാനുള്ള ഓപ്ഷൻസ്. ക്ലിയർ ആണല്ലോ? പിന്നെ അതേപോലെ തന്നെ വരുന്ന വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫാക്കാം. അതിൽ തന്നെ സ്മോൾ ക്യാപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറയാണ് ഇവിടെ സെക്കൻഡ് ബർത്ത്ഡേ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഈ എൻഡ് എന്നുള്ള ഭാഗം മാത്രം മേലേക്ക് ആക്കണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുക. മനസ്സിലായല്ലോ? അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫാക്കാം. അതേപോലെ തന്നെ സയൻസിലൊരു സൂത്രവാക്യമാണ് ഇപ്പോൾ H2O. ഈ 2നെ നമുക്ക് അടിയിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനിവിടെ സബ്സ്ക്രിപ്റ്റ് എന്നുള്ള ബട്ടൺ യൂസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫാക്കാം. അണ്ടർലൈനുകൾ വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ മേലെ കൂടെ വെട്ടിടാനായിട്ട്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1499 റുപ്യ ഉള്ളത് ഇന്ന് 999 റുപ്യ. ഈ ആഡിലൊക്കെ കാണാം അല്ലേ, പരസ്യത്തിലൊക്കെ കാണാം മെയിനായിട്ട്. അപ്പോൾ എന്താ ചെയ്യുക, അവർ ഈ 1499 മേലെ ഒരു വര വരച്ചിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഫോണ്ട്, സൈസ്, സ്റ്റൈല്, അലൈൻമെൻറ്റുകളൊക്കെ വെച്ചിട്ട് വരുന്ന ഒരു ഭാഗം. പക്ഷേ ഇവിടെ വെച്ചിട്ടൊന്നും നമ്മളിതൊന്നും ചെയ്യില്ല. ഇതിനൊക്കെ ഓരോ ഷോർട്ട് ഫോമുകളുണ്ട്, ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം. ഇമെയിൽ അഡ്രസ്സ് ഞാൻ ടൈപ്പ് ചെയ്യാണ്. ഇതാണ് എൻ്റെ ഇമെയിൽ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഫോണ്ടിൻ്റെ സൈസൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് ഞാൻ ഒരു സ്വല്പം കുറച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇമെയിൽ അഡ്രസ്സ് എന്ത് ചെയ്യണം, എനിക്ക് ഈ എഴുതിയത് ടെക്സ്റ്റ് ഒന്ന് ലൂസ് ആക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സെലക്ഷൻ ചെയ്തിട്ട് ആൾട്ട് കീ അമർത്തി പിടിച്ചിട്ടേ സൈഡിലത്തെ ഏരോ ഇല്ലേ,
ഗെയിം കളിക്കുന്നതിലത്തെ 4 ഏരോ അല്ലേ കീബോർഡിൻ്റെ മുകളിൽ, ആ ഏരോ കൊണ്ട് നമുക്ക് ലൂസാക്കാനായിട്ട് പറ്റും. ഇവിടെ ചെയ്യണത്, ഇവിടെ നമ്മൾ ഈ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. പക്ഷേ അവിടെ പോയി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. സെലക്ഷൻ ചെയ്യുക, ആൾട്ട് കീ അമർത്തി പിടിച്ചിട്ട് കണ്ടില്ലേ ടെക്സ്റ്റുകൾ നമുക്ക് ലൂസാക്കാനായിട്ട് പറ്റും. ടൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ആൾട്ട് കീ അമർത്തി പിടിച്ച് നേരെ ഓപ്പോസിറ്റിൽ, മനസ്സിലായില്ലേ? ഈ ഭാഗം മനസ്സിലായല്ലോ? ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. ആൾട്ട് കീ അമർത്തി പിടിക്കുക, ഏരോ ടൂൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ആണല്ലോ? ഏരോ ടൂൾ കൊണ്ട് നമ്മൾ ഈ ഭാഗം കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി 2 ടെക്സ്റ്റുകൾ തമ്മിലാണെങ്കിൽ, 2 ലൈനുകൾ തമ്മിലാണെങ്കിലാ, അപ്പോൾ ഇമേജിൽ നിന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, വെൽക്കം ഞാൻ ടൈപ്പ് ചെയ്തു. ഇത്രയും അകലം വേണ്ട 2 ലൈനുകൾ തമ്മിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആൾട്ട് കീ അമർത്തി പിടിച്ച് മേലത്തെ ഏരോ അമർത്താനായിട്ട് ശ്രമിക്കുക. താഴ്ത്തിക്കാണെന്നുണ്ടെങ്കിൽ ആൾട്ട് കീ അമർത്തി പിടിച്ചിട്ട് ഡൗൺ ഏരോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ആൾട്ട് കീ അമർത്തി പിടിച്ച് സൈഡിലത്തെ ഏരോ അമർത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ നേരെ ഇപ്പുറത്തെ സൈഡിലുള്ള ഏരോ ഒക്കെ ആൾട്ട് കീ അമർത്തി പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നെയാണ്. ഇനി ഫോൺ സൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട്, ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് സൈസ് മാറ്റുന്നതിന് പകരം എനിക്കിതിൻ്റെ സൈസ് മാറ്റണമെന്ന് തോന്നുകയാണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ കീ അറിയാലോ. അതായത് കൺട്രോളും ഷിഫ്റ്റും കൂടി അമർത്തി പിടിച്ചിട്ട് ഗ്രേറ്റർ ദാൻ എന്നിട്ട് കീ ഇല്ലേ, ആ കീ അമർത്തി കഴിഞ്ഞാൽ നമുക്ക്, ഇതാണ് ഗ്രേറ്റർ ദാൻ അറിയാലോ, ആ ഗ്രേറ്റർ ദാൻ്റെ അടിച്ചു കഴിഞ്ഞാൽ ഫോൺ സൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ ഫോൺ സൈസ് മാറുന്നുണ്ടോ? നമ്മൾ മൗസ് കൊണ്ടൊന്നും മാറ്റുന്നില്ല, കീബോർഡിൻ്റെ മുകളിൽ തന്നെയാണ് മാറ്റുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ചെറുതാക്കാനും പറ്റും. അതായത് കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാൻ. ഭാഗം മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാൻ ഇങ്ങനെയുള്ള കീ ഇല്ലേ, ആ കീ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ചെറുതാക്കാനായിട്ട്, ഫോൺ സൈസ് ചെറുതാക്കാനായിട്ട് പറ്റും. ഇത്രയും ഭാഗം മനസ്സിലായല്ലോ? ടൈപ്പിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതിലെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ ടെക്സ്റ്റിൽ അടിയിലേക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കണ്ടോ. നേരത്തെ നമ്മൾ മേലേക്കാണ് ചെയ്തിരുന്നത് അല്ലേ, ഇതാവുമ്പോൾ നമുക്ക് അടിയിലേക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ടെക്സ്റ്റ് ടൂള്, അതിൻ്റെ പ്രോപ്പർട്ടീസുകളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ക്യാരക്ടറൊക്കെ സെയിം തന്നെയാണ്, റാപ്പ് സെയിം ആണ്, ക്യാരക്ടർ സെയിം ആണ്, അതൊക്കെ സെയിം ആണ്. അതിപ്പോൾ നമ്മൾ വേറെ ഒന്നും പറയണ്ട. ഈ ആദ്യത്തെ ടെക്സ്റ്റിന് ഉപയോഗിച്ച അതേ എഫക്റ്റുകളൊക്കെ ഇതിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അതിൻ്റെ തൊട്ടടിയിൽ കണ്ടില്ലേ നിങ്ങളൊരു മാസ്ക് സെലക്ഷൻ ടൂൾ ഉണ്ട് ടൈപ്പ് ചെയ്യണം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറും സെലക്ഷൻസ് മാത്രമേ കിട്ടുള്ളൂ. മനസ്സിലായ? നമുക്ക് വെറും സെലക്ഷൻസ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇമേജിൽ നിന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഇമേജിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ആ ടൈപ്പ് ചെയ്ത് ഫോൺ സൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ ഒരു സെലക്ഷൻസ് മാത്രമായിട്ട് അവിടെ പ്രിൻറ്റ് ചെയ്യും. ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ലെയർ എടുത്തിട്ട്, ശ്രദ്ധിക്കുക, പുതിയൊരു ലെയർ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്രഷ് ടൂൾ അറിയാലോ, ബ്രഷ് ടൂൾ ഇവിടുന്ന് ടൂൾ ബോക്സിൽ ഒരു ബ്രഷ് ടൂൾ ഉണ്ട്. ബ്രഷ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സുകൾ ഇവിടെ മിക്സ് ചെയ്യുക. കണ്ടോ? മനസ്സിലായ? മറ്റേ നമുക്ക് ഒരൊറ്റ കളറല്ലേ കൊടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായ? ബ്രഷ് ടൂൾ എടുക്കുക, ബ്രഷ് ടൂൾ കൊണ്ട് നമ്മൾ പുതിയ ലെയർ എടുത്തിട്ട്, കണ്ടില്ലേ നിങ്ങൾ ഈ പൂരങ്ങളിലും പെരുന്നാളുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ആശംസകൾ അല്ലെങ്കിൽ ക്ലബ്ബുകളുടെ പേരുകളൊക്കെ വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്യണതൊക്കെ കണ്ടിട്ടില്ലേ? മനസ്സിലായല്ലോ? ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എന്താണോ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഞാൻ ഇമേജിൽ നിന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ ഫോണ്ട് ഓക്കെ. അപ്പോൾ ഞാനിവിടെ നിന്ന് ഒരു ഇത് കാണിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഞാനിതിൻ്റെ ഫോണ്ട് സെറ്റ് ചെയ്തു, അതിൻ്റെ സൈസ് സെറ്റ് ചെയ്തു,
ആൾട്ട് അമർത്തി പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ 80 എന്നുള്ളത് ഞാനൊരു 70 ആക്കാം. ഓക്കെ, ആൾട്ട് കീ അമർത്തി പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടുന്ന്. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ എയർ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വെറും സെലക്ഷനായിട്ട് മാറിയല്ലോ. പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതെന്തിനാ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. എന്നിട്ട് ബ്രഷ് ടൂൾ എടുക്കുക. ബ്രഷ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ പോയിൻ്റ് കാണുന്നുണ്ടാവില്ല. അപ്പോൾ ക്യാപ്സ് ലോഗ് ഓണാക്കിയാൽ മതി കേട്ടോ. കീബോർഡിൻ്റെ മുകളിൽ ക്യാപ്സ് ലോഗ് ഓണാക്കി ഓഫാക്കി ചെയ്ത് കഴിഞ്ഞാൽ പോയിൻ്റ് കാണിക്കും. പിന്നെ ബ്രഷിൻ്റെ പോയിൻ്റ് വലുതാക്കാൻ നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ പോയിൻ്റ് വലുതാക്കാം. അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ഗണം. ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ കളർ കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് കാണിക്കേണ്ട. ഞാനിപ്പോൾ ഇവിടെ ഒരു യെല്ലോ കളർ കൊടുത്തു. ഇങ്ങനെ ഒരു കളർ കൊടുത്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, അടുത്ത ഏത് കളറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പച്ച കളറോടെ മിക്സ് ചെയ്തു. മനസ്സിലായല്ലോ? പച്ച ഒരു യെല്ലോ കൂടിയിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തു കിട്ടാം. ഇനി നോക്കി നിങ്ങൾ, ഓൾറെഡി സെലക്ഷനായി. ഓക്കെ, ഇതിപ്പോൾ ഈ ചുവപ്പ് കളർ ഇതിന് മാച്ചല്ല. അപ്പോൾ നമ്മൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കളറ് അതിന് കൊടുക്കാനായിട്ട്, ടെക്സ്റ്റിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് ഞാൻ എന്ത് ചെയ്തു, ഒരു ബ്ലാക്ക് കളറും കൊടുത്തു. മനസ്സിലായ? സ്റ്റൈൽ മാറുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ പല തരത്തിൽ നമുക്ക് ഈ ടെക്സ്റ്റുകളെ കിബീറ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ റെക്കോർഡിങ്ങിൻ്റെ ക്ലാസ് ഇടാം കേട്ടാ. ഇന്നലെ ആരും ഇല്ലാത്ത കൊണ്ടാണ് ഇടാഞ്ഞത്. ഇന്ന് നമ്മൾ ഇടും കേട്ടാ. ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കറക്റ്റ് സമയത്ത് തന്നെ ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടാ. ക്ലാസ് 5:05 ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒന്ന് പരമാവധി ആ സമയം ഒന്ന് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടാ. 10 ദിവസത്തെ ക്ലാസ് അല്ലേ, ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടാ. പരമാവധി ആ സമയത്തുള്ള വർക്കുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ച് സമയം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസുകൾ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ വർക്കും ഞാൻ ഒന്ന് പറയാം. ടെക്സ്റ്റ് ടൂൾ എടുക്കുക. അതിൽ മാസ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മാസ്കിൻ്റെ ടൂൾ എടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്തു. ഓക്കെ, പേര് ടൈപ്പ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെലക്ഷനാണ് കിട്ടുക. ഈ സെലക്ഷൻ നമുക്ക് പുതിയ ഒരു ലെയർ എടുത്തിട്ട്, ലെയർ എടുക്കാൻ മറക്കരുത്, പുതിയ ലെയർ എടുത്തിട്ട് ബ്രഷ് ടൂൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കളർ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു യെല്ലോ കളർ മിക്സ് ചെയ്തു, കണ്ടില്ലേ? ആ ഭാഗത്തൊക്കെ മിക്സ് ചെയ്തു. അടുത്തത് എനിക്കൊരു ഗ്രീൻ കളറാണെന്നെങ്കിൽ ഗ്രീൻ കളർ ഞാൻ ഈ സൈഡിൽ മിക്സ് ചെയ്തു. മനസ്സിലായല്ലോ? അടുത്തത് ഇപ്പോൾ ഒരു റോസ് കളറാണെന്നുണ്ടെങ്കിൽ ഒരു റോസ് കളർ ഞാനിവിടെ മിക്സ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണ്ടോ? അപ്പം നമ്മൾ ചെയ്യുന്ന ഡിസൈനായിട്ട് മാറും ഇത്. മനസ്സിലായില്ലേ? ഏത് മോഡൽ, ഏത് കളറ്, അതിനോട് അനുയോജ്യമായിട്ടുള്ള ഏത് കളേഴ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു വയലറ്റ് കളേഴ്സ് ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ ഈ വയലറ്റിന് പകരം വേറെ കളർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് വെള്ള കളറിന് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് മാറ്റാം. ഇവിടെ വെള്ള കളർ കൊടുത്തു. ഇനി നോക്കൂ, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് ഞാനൊരു ബ്ലാക്ക് കളർ കൊടുത്തു. ആൾട്ട് ബാക്ക് സ്പേസ്. കണ്ടല്ലോ? മനസ്സിലായ? ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു കളേഴ്സുകളാണ് അതിന് കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കാണുന്ന എൻ്റെ ജിമെയിൽ ഐ ഡി ഇപ്പോൾ നമുക്ക് ഈ കളർ തമ്മിൽ മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള കളർ ആ ടെക്സ്റ്റിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ ടെക്സ്റ്റുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഡിസൈനുകൾക്കനുസരിച്ച് നമ്മുടെ വർക്കുകൾ നല്ല രീതിയിൽ എന്ത് ചെയ്ത് വരും, ടെക്സ്റ്റുകൾ സപ്പോർട്ട് ചെയ്ത് വരും. ഇനി ഇതല്ലാതെ ഞാനൊരു വേറൊരു ഐഡിയ കാണിച്ചാൽ നിങ്ങൾക്ക്
നോക്കൂ, ഞാനൊരു പിക്ചർ ഓപ്പൺ ആക്കി. ഏതെങ്കിലും ഒരു പിക്ചർ ഞാൻ ഓപ്പൺ ആക്കുകയാണ്. നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാം. ഞാൻ ഉദ്ദേശിച്ച പിക്ചർ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഞാനൊരു സ്കൈയുടെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഫോട്ടോസ് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഫയലൊന്ന് സേവ് ചെയ്യുന്നുണ്ടാ. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഫയലിലേക്ക് ആ ഫോട്ടോസിനെ കൊണ്ടുവരാൻ പോവുകയാണ്. നമ്മൾ ഓപ്പൺ ആക്കിയാൽ മതി. ഓക്കെ, നമ്മൾ ആ ഫോട്ടോസ് ഓപ്പൺ ആക്കുന്നു. ഈ ഫോട്ടോസ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ എൻ്റെ പേജിലേക്ക് വലിച്ചിട്ടു. നമ്മുടെ പേജിലേക്ക് ക്ലിക്ക് ചെയ്ത് വലിച്ചു. ഇതുവരെ ക്ലിയർ ആണല്ലോ? ഒരു ഫോട്ടോസ് വലിച്ചിട്ടു കേട്ടോ. ഇനി എനിക്ക് ഞാൻ ഈ നേരത്തെ ടൈപ്പ് ചെയ്യുന്ന ആ ടൂളിൽ തന്നെ ഞാനിതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫോണ്ടിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാനിവിടെ സ്കൈ എന്ന് ടൈപ്പ് ചെയ്തു. SKY. ടെക്സ്റ്റുകൾ തമ്മിലൊക്കെ ഒന്ന് അകലങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഫോണ്ടിൻ്റെ സൈസുകളൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ ഇൻക്രീസ് ചെയ്തതിന് ശേഷം ഓക്കെ, ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് ആ സ്കൈ എന്ന് എഴുതിയത് കുറച്ചും കൂടി നീക്കി വെക്കണം. ഈ മേഘങ്ങളൊക്കെ ഉള്ള ഭാഗത്തേക്ക് കുറച്ച് നീങ്ങിയിരിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഏരോ ടൂൾ എടുത്തിട്ട് വലിക്കാൻ പാടില്ല, കാരണം അത് കട്ടായി പോവും. മറിച്ച് സെലക്റ്റിൽ ട്രാൻസ്ഫോം സെലക്ഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. മനസ്സിലായല്ലോ? സെലക്റ്റിൽ ട്രാൻസ്ഫോം സെലക്ഷൻസിനെ മാത്രം നമുക്ക് മാറ്റി നിർത്താം. എന്നിട്ട് ഇനി ഞാൻ പറയുകയാണ്, ഈ സെലക്ട് ചെയ്ത ഭാഗം മാത്രം മതി, ബാക്കിയുള്ള ഭാഗമൊന്നും വേണ്ട. രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ലെയറിൽ നിൽക്കുക, ആ സ്കൈയുടെ ലെയറിൽ നിൽക്കുക. Ctrl+Shift+I ഇൻവേഴ്സ്. സെലക്റ്റിൽ ഇൻവേഴ്സ് എന്നൊരു ഭാഗമുണ്ട് ഇവിടെ, കണ്ട? Ctrl+Shift+I അത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിലീറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പിക്ചർ ഒരു ടെക്സ്റ്റായിട്ട് അവിടെ ക്രിയേഷനായി. ആ പിക്ചർ കൊണ്ട് നമ്മളൊരു ഫോണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്തു. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫോട്ടോസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ ഒരു ലെറ്റർ സ്റ്റൈലുകളൊക്കെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ്, കണ്ടോ? അതിന് നമ്മൾ അതിൻ്റെ ലെറ്റർ സ്റ്റൈൽ കൊടുത്തു, നമ്മളതിൻ്റെ ഇത് ഫയൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു, നമ്മളതിനൊരു Gmail അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യാം? സാധാരണ രീതിയിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാം. ഒന്ന് എപ്പോഴും സേവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരെണ്ണം ഫോട്ടോഷോപ്പ് ഫയലായിട്ടും ഒരെണ്ണം നിങ്ങളിതിൻ്റെ അടിയിൽ കണ്ടോ സേവ് ആസ് ടൈപ്പ് എന്നിട്ട് കാണാം, അവിടെ ഫോട്ടോഷോപ്പ് ഫയലാണ് വരിക. ആ ഫയലായിട്ട് സേവ് ചെയ്യണം. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരാൾ പറയുകയാണ്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയുകയാണ്, എനിക്കിതൊരു സ്വല്പം കൂടി മേലേക്ക് നിർത്തണം, അപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പ് ഫയൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് നിങ്ങൾ ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഒന്നെങ്കിൽ PDF അല്ലെങ്കിൽ JPG ഫോർമാറ്റിലോ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? JPG ഫയലായിട്ടായിരിക്കണം നമ്മൾ ആ ഫയലിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫോട്ടോഷോപ്പ് ഫയലായിട്ട് വരുമ്പോൾ നമുക്കത് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഭാഗം മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായ?
ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പോൾ ഈ ടെക്സ്റ്റ് ഇപ്പോൾ ചെയ്തതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത ഫയൽ. ഇങ്ങനെ നമുക്ക് ഈ ഫയലുകളെ കണ്ട നമ്മൾ ചെയ്തിട്ടുള്ള ഫയലുകളെ കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലെറ്റർ സ്റ്റൈലുകൾ മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ചില മാഗസീൻ്റെ മുകളിൽ അല്ലെങ്കിൽ ചില ഇപ്പോൾ ഈ ആൾക്കാരുടെ ഫോട്ടോസുകൾ വെച്ചിട്ട് ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വേറെ ചെറിയൊരു എക്സാമ്പിളോട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു ഡിസൈനിങ്ങിൻ്റെ ഒരു ഇമേജ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ടെന്ന് വിചാരിക്കുക. ഇമേജ് ഗ്രാഫിക്സ്. അപ്പോൾ എനിക്ക് അതിനൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു കളറൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കുക. നമ്മൾ ടെക്സ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ കളേഴ്സുകൾ വെച്ചിട്ടാണെന്ന് വിചാരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനിതിനെ നമുക്കൊരു മോഡൽ എടുക്കാം, ഏതെങ്കിലും ഒരു സ്റ്റൈൽ എടുക്കാം, അല്ലെങ്കിൽ ബ്രഷിൻ്റെ മോഡലുകളോ ടെക്സ്റ്റിൻ്റെ മോഡലുകളോ ഇത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഞാനൊരു ഇതെടുത്തു നോക്കൂ. ഇതിലാണ് ഈ വർക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലാണ് ഞാൻ ആ ടെക്സ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിനെ സേവ് ചെയ്തു, ആ ഫോട്ടോസിനെ സേവ് ചെയ്തു. ഡെസ്ക്ടോപ്പിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഞാനിവിടെ ഒരു പുതിയ പേജ് എടുത്തു. Ctrl+N എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുതിയ പേജ് എടുക്കുകയാണ്. പുതിയ പേജ് എടുത്തു. ഞാനൊരു 300 റെസൊല്യൂഷനിലൊക്കെ ഉള്ള ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ആ ഫയൽ ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയലില്ലേ, സേവ് ചെയ്ത ഫയല്, അതൊന്ന് ഞാനിതിലേക്ക് ഓപ്പൺ ആക്കി വലിച്ചിട്ടു. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഇതിനും ഒരു ഇമേജ് എന്നുള്ളൊരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നോക്കൂ, ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ശ്രദ്ധിക്കുക, ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ ഇമേജ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, IMAGE. ഇതാണ് എൻ്റെ ഫോണ്ടിൻ്റെ ലെറ്റർ സ്റ്റൈലുകൾ എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. അതല്ല ഒരു സ്വല്പം കൂടി നമുക്ക് സെലക്ഷൻ താഴ്ത്തേക്ക് വരണമെന്ന് തോന്നുകയാണെങ്കിൽ സെലക്റ്റിലെ ട്രാൻസ്ഫോം സെലക്ഷൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗത്തേക്ക് നമ്മളിതിനെ എടുത്തു വെച്ചിട്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്കിതിൻ്റെ പുറത്തെ ഭാഗമൊക്കെ ഡിലീറ്റ് ചെയ്യണം. Ctrl+Shift+I അടിക്കുക, ഡിലീറ്റ് അടിക്കുക. മനസ്സിലായ? ഒരു ലോഗോ ഡിസൈൻ ആയത് കണ്ടോ നിങ്ങൾ? ഈ ഫോണ്ടുകൾ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ പിക്ചറുകളാണ്. മനസ്സിലായ? ഇതൊരിക്കലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു പിക്ചർ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഇമേജ് ഗ്രാഫിക്സ് എന്ന് പോകും. സംഭവം മനസ്സിലായ? അതിനനുയോജ്യമായിട്ടുള്ള ഫോണ്ടുകൾ അതേപോലെ തന്നെ ലെറ്റർ സ്റ്റൈലുകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റൈലുകൾ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തിട്ട് നമുക്ക് ഏത് ഫോർമാറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഈ മറ്റേ സിനിമയുടെ പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ പല ഫോട്ടോസുകളും പല ഗ്രാഫിക്സുകളൊക്കെ വെച്ചിട്ട് ചെയ്യണമൊക്കെ കണ്ടിട്ടുണ്ടാവും. സംഭവം മനസ്സിലായ? അതൊക്കെ നമ്മൾ ഇതേപോലെ ഓരോരുത്തർ ചെയ്യണതാണ്. പല ഫോട്ടോസുകൾ ഗ്രാഫിക്സുകൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു ഇമേജ് ഗ്രാഫിക്സ് എന്നുള്ള ഇങ്ങനത്തെ ഒരു ഫോണ്ടാണ് ഞാനിവിടെ കൊടുത്തുള്ളതെന്ന് വിചാരിക്കുക. ഏത് ഫോണ്ട് വേണമെങ്കിലും കൊടുക്കട്ടോ. മനസ്സിലായ? ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നല്ലൊരു ലോഗോ നമുക്ക് എന്ത് വന്നു, ഇവിടെ ഡിസൈനിങ് വന്നു. മനസ്സിലായ? ഭാഗം മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം കൂടി നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ടെക്സ്റ്റ് ടൂളിലുള്ള 4 ഓപ്ഷൻസ് മനസ്സിലായി. ഒന്ന് നമ്മൾ നേരെ ടൈപ്പ് ചെയ്യണത്, ഒന്ന് അടിയിലേക്ക് ടൈപ്പ് ചെയ്യണത്, ഒന്ന് അടിയിലേക്ക് മാസ്ക് ചെയ്യണത്, ഒന്ന് നേരെ മാസ്ക് ചെയ്യണത്. അപ്പോൾ ബ്രഷ് കൊണ്ട് കളറും കൊടുക്കാം, ഒപ്പം തന്നെ നമുക്ക് ഇതേപോലെ വല്ല പിക്ചറിൻ്റെ ഇമേജുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് എടുത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി എന്ത് ചെയ്യുക, ഇവിടെ നോക്കൂ, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. ഇവിടെ ഞാനിതിനെ കുറച്ച് എഫക്റ്റുകൾ കൊടുക്കാൻ പോവാം. എഫക്റ്റുകൾ
കൊടുക്കാൻ പോവാം. നോക്കിക്കോളൂട്ടോ എങ്ങനെയാണ് ഈ വർക്ക് ഭംഗിയാവണം എന്നുള്ളത് കാണിച്ചു തരാം. ശ്രദ്ധിക്കാം. ഇവിടെ ലെയർ ബോക്സിൽ ഒരു ലെയർ ബോക്സിൻ്റെ അടിയിൽ ഒരു FX എന്നുള്ളൊരു ചിഹ്നം കണ്ട നിങ്ങളിവിടെ FX ആയിട്ടുള്ളൊരു ചിഹ്നം കണ്ട ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ എഫക്റ്റുകൾ ഓൾറെഡി ഉണ്ട് ഇവിടെ. മനസ്സിലായല്ലോ? കുറേ എഫക്റ്റുകൾ ഉണ്ട് കണ്ട. അതിൽ നോക്കി നോക്കിയാൽ നമ്മളിവിടെ ഒന്ന് ബെവൽ ആൻഡ് എംബോസ്. മനസ്സിലായ? ആ എഫക്റ്റ് മാറുന്നുണ്ടോ നിങ്ങൾ? പോയിന്റ് മാറുന്നതിനനുസരിച്ചിട്ട് മനസ്സിലായ? ഇന്നർ ബെവല്, ഔട്ടർ ബെവല്, പില്ലോ എംബോസ്, സ്ട്രോക്ക് എംബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഫക്റ്റുകൾ എടുക്കുന്നുണ്ടോ? മനസ്സിലായല്ലോ? അതിൽ എംബോസിങ് എന്നിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ ഹാർഡ് ഉണ്ട്, സോഫ്റ്റ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റിന് ഭംഗി വരുന്നുണ്ടോ നിങ്ങൾ? മനസ്സിലായ? എന്താ ചെയ്തതെന്ന് മനസ്സിലായില്ലേ? അതായത് ഈ FX എന്നുള്ള ചിഹ്നത്തിൻ്റെ ഉള്ളിൽ ബെവൽ ആൻഡ് എംബോസ്. ക്ലിയർ ആണല്ലോ? അത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസുകൾ നിങ്ങളിവിടെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് ഇവിടെ സ്മൂത്ത് മതി, ഒരു സ്വല്പം സൈസ് കൂട്ടണം, ഒരു ഗ്ലാസിൻ്റെ ഒരു എഫക്റ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ? മനസ്സിലായ? ഇങ്ങനെ ഒരു എംബോസിങ്ങിൻ്റെ ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട് അവർക്ക്. കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് എംബോസിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരും. FXൻ്റെ ഉള്ളിൽ ബെവൽ ആൻഡ് എംബോസ്. അതേപോലെ സ്ട്രോക്ക് ഉണ്ട്. ചുറ്റ് സൈഡിൽ നമുക്കൊരു കളർ കൊടുക്കണം. നോക്കൂ, ഇപ്പോൾ ഞാനിവിടെ ഒരു വെള്ള കളർ കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രോക്കിൻ്റെ സൈസൊക്കെ ഞാനിവിടെ ഒരു 4-5 ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് ഒരു കളർ വേറെ കൊടുക്കുക, അപ്പോൾ അത് അറിയുള്ളൂ. കണ്ട സ്ട്രോക്ക് വന്നതിനുണ്ടോ നിങ്ങൾ? ചുറ്റ് സൈഡിലൊരു സ്ട്രോക്ക് വന്നതിനുണ്ടോ? മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? സ്ട്രോക്ക്. അപ്പോൾ നമ്മളൊരു നല്ലൊരു വർക്ക് ഡിസൈൻ വന്നതാണ് നിങ്ങൾ. ഒരു ഇമേജ് എന്നുള്ളൊരു ടെക്സ്റ്റ് നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഭാഗമാണ്. ഇതേപോലെ ഈ FXൻ്റെ ഉള്ളിൽ ബെവൽ ആൻഡ് എംബോസ്, സ്ട്രോക്ക്, ഇന്നർ ഷേഡോ, ഉള്ളിലേക്ക് ഒരു നിഴൽ കണ്ട, ഒരു ബ്ലാക്ക് ഷേഡോ ഫീൽ ചെയ്യാനുണ്ടോ നിങ്ങൾ? പ്രിവ്യൂലേക്ക് നോക്കിട്ടാ. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡോ അല്ലെങ്കിൽ വൈറ്റോ അല്ലെങ്കിൽ ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. മനസ്സിലായല്ലോ? ഇങ്ങനെ കണ്ട ബെവൽ ആൻഡ് എംബോസ്, സ്ട്രോക്ക്, ഇന്നർ ഷേഡോ, ഇന്നർ ഗ്ലോ, സ്ട്രെയിന്, ഗ്രേഡിയൻറ്റ്. നമുക്ക് വേണമെങ്കിൽ ഗ്രേഡിയൻറ്റ് മിക്സ് ചെയ്യിക്കാം. മനസ്സിലായ? ഗ്രേഡിയൻറ്റുകൾ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫോണ്ടാണ്. മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ആ വർക്കുകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു നല്ല നല്ല പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷൻ കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളിവിടെ നിന്നൊരു ടെക്സ്റ്റുകൾ ഉണ്ടാക്കിയതാണ്. മനസ്സിലായല്ലോ? ഇനി ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. നോക്കട്ടാ, ലെറ്ററുകൾ ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫോണ്ടുകൾ മാത്രമല്ല നമുക്കിതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുക. നിങ്ങൾക്ക് പുതിയ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതും കൂടി കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതായത് വെറൈറ്റി ആയിട്ടുള്ള പല ഫോണ്ടുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നോക്കൂ,
നമ്മൾ ക്രോം ഓപ്പൺ ആക്കി അതിൽ ഞാൻ ഗൂഗിളിലെ 1001 ഫ്രീ ഫോണ്ട് എന്നൊരു സൈറ്റ് ഉണ്ട്. 1001 ഫ്രീ ഫോണ്ട് എന്നിട്ടൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിലേക്ക് പോവാം. 1001 ഫ്രീ ഫോണ്ട് നോക്കി നോക്കിയേ. ലെറ്ററുകൾ കണ്ടോ നിങ്ങൾ? ഇത് ഒന്നാമത്തെ പേജ്, ഇനി രണ്ടാമത്തെ പേജ് ആണെങ്കിൽ രണ്ടാമത്തെ പേജ് കണ്ടില്ലേ, മൂന്നാമത്തെ പേജ് ആണെങ്കിൽ മൂന്നാമത്തെ പേജ്. ഇങ്ങനെ പല ലെറ്റർ സ്റ്റൈലുകളും നമുക്ക് ഓൾറെഡി ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കാം. ഇപ്പം എനിക്ക് ഇതാ ഈ ഫോണ്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫോണ്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. നോക്കൂട്ടാ, പ്രൊഫിംഗ് എന്നുള്ള ഈ ഫോണ്ട് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ കണ്ട ഡൗൺലോഡ് എന്നുള്ളൊരു ബട്ടൺ കണ്ട നിങ്ങൾ? അത് വെച്ച് ഡൗൺലോഡ് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ അത് ഡൗൺലോഡ് ആയി. കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും അടിയിലായിട്ട് ഡൗൺലോഡിങ് വന്നത് കണ്ട നിങ്ങൾ? ഫോണ്ട് ഡൗൺലോഡ് ആയില്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്നുകൊണ്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഷോ ഇൻ ഫോൾഡർ എന്നൊരു ഭാഗമുണ്ട് ഇവിടെ. ഷോ ഇൻ ഫോൾഡർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോൾഡർ അവിടെ കാണുന്നുണ്ടല്ലേ? വന്നില്ലേ ഇവിടെ? ആ ഫോണ്ട് അവിടെ വന്നിട്ടില്ലേ? അതിനെ വീണ്ടും റൈറ്റ് ബട്ടൻ്റെ മുകളിൽ എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോഴാണ് അതൊരു ഫോൾഡറായിട്ട് മാറും. നോക്കിയേ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫയല് ഫോൾഡറായത് കണ്ട? എന്തായാലും നമ്മുടെ പേര് RUF എന്നുള്ളതല്ലേ? കണ്ട? ഒരു ഫോൾഡർ വന്നത് കണ്ട നിങ്ങൾ? എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ അതിൽ ഒരു എ എന്നുള്ള ചിഹ്നം കാണാം, ഫോണ്ടിൻ്റെ പേര്. അത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ആ ഫോണ്ട് ഇൻസ്റ്റാളായി. ക്ലിയർ ആണല്ലോ? ഞാൻ ഒന്നുകൂടെ പറയാം. ഏത് ഫോണ്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഫോണ്ട് എടുത്തിട്ട് ഞാൻ ഡൗൺലോഡ് കൊടുത്തു. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ അവിടെ കണ്ട ലെഫ്റ്റ് സൈഡിലായി ഡൗൺലോഡായി ആയല്ലോ. അതിനെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഷോ ഇൻ ഫോൾഡർ. അപ്പോൾ അത് എവിടെ ഡൗൺലോഡ് ആയി എന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു തരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഫയൽസ് കൊടുക്കുക. ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോൾഡറായിട്ട് മാറിയിട്ടുണ്ടാവും. കണ്ട? സാധാരണ നോർമൽ ഒരു ഫോൾഡറായിട്ട് മാറിയില്ലേ? അതിൽ കണ്ടില്ലേ ഒരു എ എന്നുള്ളൊരു ചിഹ്നം കണ്ട നിങ്ങൾ? അത് വെച്ച് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ ഇൻസ്റ്റാളേഷനായി. ക്ലിയർ ആണല്ലോ? ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ ആ ലെറ്റർ സ്റ്റൈലിനെ ഞാനൊരു ഫോണ്ട് കൊടുക്കാൻ പോവുകയാണെന്ന് വിചാരിക്കാം. ആ ഫോണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് മുന്നേ ഓപ്പൺ ആയ കാരണം ശ്രദ്ധിക്കുക, ചിലപ്പോൾ ആ ഫോണ്ട് നമുക്കിതിൽ സപ്പോർട്ട് ഓൺ ആയിരുന്നുണ്ടാവില്ല. എന്നാലും നമുക്കതൊന്ന് നോക്കാം, വന്നുണ്ടോ നോക്കാം. അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ആക്കണമെന്ന് മാത്രം ഏട്ടാ. ഫോട്ടോഷോപ്പ് നമ്മൾ മുന്നേ എടുത്തതല്ലേ, സ്കെറി ബ്ലഡ് അല്ലേ? അത് കാരണമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ക്ലോസ് ചെയ്ത് രണ്ടാമത് ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും, അവിടെ ഫോണ്ടിൽ വന്നിട്ടുണ്ടാവും. നമുക്ക് നോക്കി നോക്കാം, വന്നുണ്ടോ നോക്കി നോക്കാം. ഇതാ വന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ചില ഫോണ്ടുകൾ വരില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഫോട്ടോഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ആക്കാനായിട്ട് ശ്രമിക്കും. സംഭവം മനസ്സിലായ? അപ്പോൾ ഫോണ്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് മനസ്സിലായില്ലേ? അപ്പം നല്ല തരത്തിലുള്ള ഫോണ്ടുകൾ ഓൾറെഡി ഉണ്ട് ഈ സൈറ്റിൽ. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 3D ഫോർമാറ്റുള്ള ഫോണ്ടുകളുണ്ട്, തീയ സംബന്ധമായിട്ടുള്ള ഫോണ്ടുകളുണ്ട്. നോക്കൂ, ഫയർ കൊടുത്തു കഴിഞ്ഞാൽ ഫയറിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫോണ്ടുകൾ കണ്ട? സംഭവം മനസ്സിലായ? പല ലോഗോസുകളിലൊക്കെ പല തരത്തിലുള്ള പേരുകളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? മനസ്സിലായില്ലേ? കണ്ടില്ലേ?
അങ്ങനത്തെ ലോഗോസുകൾ. ഇപ്പോൾ നമുക്ക് ഞാൻ പറയുകയാണ്, എനിക്ക് ഒരു കമ്പ്യൂട്ടർ റിലേറ്റീവ് ആയിട്ടുള്ള ഫോണ്ടുകൾ വേണം. കണ്ട സംഭവം മനസ്സിലായ? അപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർമാറ്റുകളാണ് വരിക. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, നല്ലൊരു ഡിസൈനർ നല്ല ഫോണ്ടുകൾ ഉപയോഗിച്ചിരിക്കണം, നല്ല പിക്ചറുകൾ യൂസ് ചെയ്തിരിക്കണം. അവിടെയാണ് ഒരു നല്ലൊരു ഡിസൈനറായി മാറുക. മനസ്സിലായില്ലേ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇപ്പോൾ നമുക്കിവിടെ ഞാൻ എന്ത് പറഞ്ഞു, സ്ക്രിപ്റ്റ് സ്റ്റൈലുകൾ പറഞ്ഞു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ട സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഫോണ്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ഫോട്ടോഷോപ്പിൽ നല്ല രീതിയിൽ നമുക്ക് വർക്കുകളെ ഡിസൈൻ ചെയ്യാനും നല്ല ഫോണ്ടുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഈ വർക്ക് മനസ്സിലായില്ലേ? ഇതേപോലെ നിങ്ങൾ നല്ല ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മലയാളം ഫോണ്ട് ഇനി മലയാളം ഫോണ്ടുകളോട് ഞാൻ പറയാം. മലയാളം ആരെങ്കിലും ടൈപ്പ് ചെയ്യണവരുണ്ടോ? മലയാളം ടൈപ്പ് ചെയ്യാറുണ്ട് അല്ലേ? ഏത് വെച്ചിട്ട് ടൈപ്പ് ചെയ്യാറ്? ISM ആണോ? ISM വെച്ച് ടൈപ്പ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ സാധാരണ രീതിയിൽ ISM ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ML TT ഫോണ്ടുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ML TT ഫോണ്ടുകൾ. ഇപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. മലയാളം ISM പഠിച്ച ആൾക്കാർക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാത്തവർക്ക് ഞാൻ ചെറിയൊരു ഐഡിയ കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോണ്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ടൈപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ടൈപ്പിറ്റ് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്താലും മതി. Ctrl+V. എന്നിട്ട് നിങ്ങളിവിടെ ML എന്ന് തുടങ്ങുന്ന ഫോണ്ടുകളുണ്ട്, കണ്ടല്ലോ. ML TT എന്ന് തുടങ്ങുന്ന ഫോണ്ടുകളുണ്ട്. ഈ ഭാഗം മനസ്സിലായ? ML TT എന്ന് തുടങ്ങുന്ന ഫോണ്ടുകളുണ്ട്. അത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. ക്ലിയർ ആണല്ലോ? ML TT എന്നുള്ള ഫോണ്ടുകൾ കണ്ടോ അവിടെ? അതിൽ പല ഫോണ്ടുകളുണ്ട്. ഏത് ഫോണ്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ വെറും ML ഫോണ്ട് അല്ല കേട്ടോ, ML TT ഫോണ്ടുകളാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ML ഫോണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. ML TT ഫോണ്ടുകളുണ്ട് കണ്ടോ? ML TT എന്ന് എടുക്കുന്ന ഫോണ്ടുകളില്ലേ, അതാണ് ഉപയോഗിക്കേണ്ടത്. കണ്ടോ? മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ? ടെക്സ്റ്റ് ഒന്നും വേണ്ട. ഇനി ഇപ്പോൾ പെട്ടെന്ന് ഒരു ടെക്സ്റ്റൊക്കെയാണ് ടൈപ്പ് ചെയ്യാറുള്ളൂ, പക്ഷേ മലയാളം ISM അറിയില്ല എന്ന് വിചാരിക്കുക. ISM അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടിൽ പോവുക. സ്റ്റാർട്ടിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാറ്, ക്യാരക്ടർ മാപ്പ് എന്നിട്ടൊരു ഇതുണ്ട്, എല്ലാ സിസ്റ്റത്തിലും ഉണ്ടാവും. ക്യാരക്ടർ മാപ്പ് അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവും, ഇവിടെ പേര് കണ്ട നിങ്ങൾ? ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിൽ ഒരാളുടെ പേര് ഒന്ന് എൻ്റർ ചെയ്യാം. ഇപ്പോൾ അക്ഷരങ്ങൾ അറിയാത്ത ഇതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗായത്രി, എല്ലാവരുടെ പേരും എൻ്റർ ചെയ്യുക. സെലക്ട് ചെയ്തു, ദീർഘം സെലക്ട് ചെയ്തു, സെലക്ട് ചെയ്തു, എവിടെ സെലക്ട് ചെയ്തു. പിന്നെ അല്ലേ? പിന്നെ താഴെയാണ്
ഗായാണ് സെലക്ട് ചെയ്തു. പിന്നെ വള്ളി, ഗായത്രി. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഇതേപോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഭാഗം മനസ്സിലായ? അതായത് മലയാളം അറിയാത്ത ആൾക്കാരാണെങ്കിൽ കേട്ടോ, മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഭാഗം മനസ്സിലായല്ലോ? ഇനി ഇപ്പോൾ നമ്മൾ അടുത്ത ഒരാളുടെ പേരും കൂടി നമുക്ക് എൻ്റർ ചെയ്യാം. പേരെന്തായിരുന്നു? സ്വപ്ന എന്നല്ലേ? സ്വപ്ന, സൗമ്യ, സൗമ്യ അല്ലേ? സൗമ്യ. ഓക്കെ, സായ എഴുതുക. സായ എവിടെ? ഇങ്ങനെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. സാ സെലക്ട് ചെയ്യുക. സൗമ്യ. മായയുടെ മനസ്സിലായല്ലോ? കാണണ്ട. ഇത് ഇങ്ങനെ തിരഞ്ഞു കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ, ചെറിയ അക്ഷരങ്ങളൊക്കെ ആയ കാരണം. പക്ഷെ ഇത് ഒരൊറ്റ ടെക്സ്റ്റൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാം, അതൊന്നും കുഴപ്പമുള്ള കേസല്ല. ഇതാ മാ മൂടി നിൽക്കുന്നു. സൗമ്യ, മിയ കൊടുത്തു. ഇതല്ലേ? ഇങ്ങനെ തന്നെയല്ലേ എഴുതുക? ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് കോപ്പി ചെയ്യാം. ഞാൻ ഒന്നുകൂടി കാണിക്കാം, ശ്രദ്ധിക്കൂ. അത് കളയാൻ പാടില്ല കേട്ടോ, അത് കൈ തട്ടിയിട്ട് പോയതാണ് എൻ്റെ. സാ സെലക്ട് ചെയ്യുക. സാ സെലക്ട് ചെയ്തു. പിന്നെ സൗ കണ്ട. പിന്നെ മാ സെലക്ട് ചെയ്തു. മാ സെലക്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ. ഓക്കെ, അതിന് സെലക്ഷൻ ചെയ്ത് കോപ്പി ചെയ്യുക. നിങ്ങളിവിടെ കോപ്പി ചെയ്യുക, ക്യാരക്ടർ മാപ്പിൽ നിന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പിൽ കൊടുന്ന് വെച്ചിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്താൽ മതി. കൺട്രോൾ V. മനസ്സിലായില്ലേ? കോപ്പി ചെയ്യുക, ഇവിടെ കൊടുന്ന് വെച്ചിട്ട് കൺട്രോൾ V എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു അക്ഷരമാണ് ആദ്യം വരിക. അത് നിങ്ങൾ എന്ത് ചെയ്യണം? മലയാളം ഫോണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. ML എന്ന് തുടങ്ങണ ഫോണ്ടുകളിലേക്ക്, ML TT എന്ന് തുടങ്ങണ ഫോണ്ടുകളിലേക്ക് കൺവേർട്ട് ചെയ്യും. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ ടെക്സ്റ്റുകൾ മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്കും ഇതേപോലെ നമുക്ക് ചെയ്യാമെന്ന് മാത്രം. ചെറിയതായിട്ടുള്ള ഓരോ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ഭാഗം മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ടെക്സ്റ്റിൻ്റെ ടോപ്പിക്കാണ്. അതായത് ടൈപ്പിങ്ങിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏത് വർക്കുകളും നമുക്ക് ഇവിടുന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. മലയാളം ISM അബ്ദുൾ, എന്താടാ പേരെന്താടാ? അബ്ദുൾ കബീർ അല്ലേ? കബീറാണ് അല്ലേ? സോറി. ഓക്കെ, അബ്ദുൽ കബീറായി. അപ്പോൾ മനസ്സിലായല്ലോ? ടെക്സ്റ്റ് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയണവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ടൈപ്പ് ചെയ്താൽ മതി. അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതേപോലെ കോപ്പി ചെയ്തിട്ട് നമുക്കൊരു ടെക്സ്റ്റുകൾ, ഇപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ പോസ്റ്ററൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ടെക്സ്റ്റുകളൊക്കെ നമ്മുടെ തമ്പനിയിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഭാഗം മനസ്സിലായല്ലോ? ടെക്സ്റ്റിൻ്റെ ഭാഗം മനസ്സിലായില്ലേ? ഗായത്രി, സൗമ്യ, ക്ലിയർ ആണല്ലോ? ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ കംപ്ലീറ്റ് ഫോണ്ട്, സൈസ്, സ്റ്റൈല്, അലൈൻമെൻറ്റുകൾ, റാപ്പ് ചെയ്യണത്, അതിൻ്റെ ക്യാരക്ടറുകൾ, അത് മറക്കരുത്. ക്യാരക്ടറിൻ്റെ ഉള്ളിൽ ബോൾഡ്, ഇറ്റാലിക്സ്, ക്യാപ്സ് ലെറ്റർ, സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, അണ്ടർലൈന്, പിന്നെ ടെക്സ്റ്റുകൾ നമ്മൾ ലൂസാക്കാനായിട്ട് നമ്മൾ ആൾട്ട് അമർത്തി പിടിച്ചിട്ട് സൈഡിലത്തെ ഏരോ, നമ്മൾ ഗെയിം കളിക്കുന്ന 4 ഏരോ കണ്ടിട്ടില്ലേ കീബോർഡുമേ, അതേപോലെയുള്ള ആ കാര്യങ്ങൾ അതൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ FX എന്നുള്ള ചിഹ്നത്തിൽ, ക്ലിയർ ആണല്ലോ? FX എന്നുള്ള ചിഹ്നത്തിൽ പല സ്റ്റൈലുകൾ ഓൾറെഡി ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക,
നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിന് മാത്രമല്ല കേട്ടോ ഈ എഫക്റ്റ് വർക്ക് ചെയ്യുക, നമ്മൾ വരയ്ക്കുന്ന ഷേപ്പുകൾക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. റൗണ്ട് വരച്ചു, പുതിയൊരു ലെയർ എടുത്തു, ഒരു കളർ കൊടുത്തു, ആൾട്ട് ബാക്ക് സ്പേസ് കൊടുത്തു. ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് ചെയ്യുക, ബെവൽ ആൻഡ് എംബോസ് ക്രിയേറ്റ് ചെയ്യാം. നോക്കിയേ, സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഭാഗം മനസ്സിലായില്ലേ? ഭാഗം മനസ്സിലായില്ലേ? അപ്പോൾ ടെക്സ്റ്റുകൾക്കെന്ന് മാത്രമല്ല എന്ന് കണ്ടാ, നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഷേപ്പാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി 2 ടൂളും കൂടി നമ്മൾ ടെക്സ്റ്റ് ടൂൾ കഴിഞ്ഞിട്ട് ഒരു 2 ടൂളും കൂടി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ക്ലോൺ സ്റ്റാമ്പ്, ക്ലോൺ പാറ്റേൺ. എന്താണ് ക്ലോൺ സ്റ്റാമ്പ്, എന്താണ് ക്ലോൺ പാറ്റേൺ? നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മുഖത്ത്, അതായത് എൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരു കാക്കാപ്പുള്ളി ഉണ്ടെന്ന് വിചാരിക്കുക, നെറ്റീമേ. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയി ഫോട്ടോ എടുത്തിട്ട് നമ്മൾ വരുന്ന സമയത്ത് അവരതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് തരും അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ മുഖത്ത് നമ്മുടെ അവിടെ ഒരു ചെറിയൊരു കുരുണ്ട്, അല്ലെങ്കിൽ അത് ഒരു വലിയ പാടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റുഡിയോയിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവരത് എന്ത് ചെയ്ത് തരും, അതൊക്കെ മാച്ച് നല്ല 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 രസത്തിലാക്കി തരും. അതുപോലെ തന്നെ കുറച്ച് വെളുപ്പിച്ച് ഇങ്ങനെയൊക്കെ ആക്കി തരും അല്ലേ സ്റ്റുഡിയോക്കാർ? ക്ലിയർ ആണല്ലോ? അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ത്, ഇതിൻ്റെ ഉള്ളിലുള്ള ക്ലോൺ സ്റ്റാമ്പ് എന്നുള്ള ടൂൾ. പഴയ ഫോട്ടോസുകൾ ടച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന, അതായത് ക്ലിയർ ആക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്ലോൺ സ്റ്റാമ്പ്. ക്ലിയർ ആണല്ലോ? ആ വർക്ക് ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. ആ വർക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു ഫോട്ടോസ് എടുക്കാം. ആരുടെ ഫോട്ടോസ് എടുക്കേണ്ടത്? ഇപ്പോൾ ഈ ഓൺലൈനിൽ ഫിലിം സ്റ്റാറിൻ്റെ ഫോട്ടോസുകളൊക്കെ ആകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ് ഇട്ടിട്ടുണ്ടാവുക കേട്ടോ. എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം ഒരു ഫോട്ടോസ് ഒന്ന് എടുക്കാം. ഏതെങ്കിലും ഒരു ഫോട്ടോസ് എടുത്തിട്ട് നമുക്കതൊന്ന് വർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഫോട്ടോസ് കുറച്ച് ഇതുണ്ട്. ഓക്കെ, ഈ ഫോട്ടോസ് ഒന്ന് സേവ് ചെയ്യാം. ഞാൻ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇതാണിപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ അല്ലേ? മുഖത്തൊക്കെ പാടൊക്കെ ഉണ്ട് അല്ലേ? ക്ലിയർ ആണല്ലോ? ക്ലാരിറ്റി കുറവുള്ള പിക്ചർ എടുത്തതിൻ്റെ എഫക്റ്റും ഉണ്ട്. അത് മാത്രമല്ല മുഖത്തുള്ള പാടുകളൊക്കെ ശരിക്കും ഇതിൽ അറിയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മഞ്ജു വാര്യരുടെ മുഖത്ത് ഇവിടെ ഒരു പാടുണ്ട് അല്ലേ? ഇവിടെ ഒരു പാടുണ്ട്, കറുത്തൊരു പാടുണ്ടല്ലോ, കാണാണ്ടല്ലോ. ഈ പാടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ കളറില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ചുറ്റുള്ള ഏതെങ്കിലും ഒരു കളറാണ് വരിക അല്ലേ? ആണല്ലോ. ഇപ്പോൾ ഒരു വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മഞ്ജു വാര്യരുടെ പൊട്ട് മായ്ക്കണം. നമ്മളൊരു എറൈസർ എടുത്തിട്ട് പോയി മായ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ മാഞ്ഞു പോകും അല്ലേ? നമുക്കതല്ല വേണ്ടത്, ആ പൊട്ട് മാത്രമേ മായാൻ പാടുള്ളൂ. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്ലോൺ സ്റ്റാമ്പ് എന്നുള്ളൊരു ടൂൾ എടുക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പൊട്ടില്ലായിരുന്നെങ്കിൽ, അതാണ് തീം, ഈ പൊട്ടില്ലായിരുന്നെങ്കിൽ അവിടെ ഏത് കളറാവുമായിരുന്നു? മനസ്സിലായല്ലോ? അപ്പോൾ എന്ത് ചെയ്യും? ആൾട്ട് അമർത്തി പിടിക്കും. അതിൻ്റെ അടുത്തുള്ള കളർ ക്ലിക്ക് ചെയ്തിട്ട് ആൾട്ട് കീബോർഡിന് മുകളിൽ ആൾട്ട് അമർത്തി പിടിച്ചിട്ട് ആ പുറത്തുള്ള ചുറ്റുള്ള കളർ ഒന്ന് ക്ലിക്ക് ചെയ്യും. എന്നിട്ട്
എന്നിട്ട് ആ പൊട്ടിൻ്റെ അവിടെ കൊടുന്ന് മിക്സ് ചെയ്യും. മനസ്സിലായല്ലോ? കുറി മായ്ക്കണം. കുറി മായ്ക്കാം. മനസ്സിലായ ഭാഗം? മനസ്സിലായ? ഈ മൂക്കിൻ്റെ മുകളിൽ ചെറിയൊരു പാടുണ്ട്, അത് മായ്ക്കണം. ഓക്കെ, ആൾട്ട് അമർത്തി പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലാരിറ്റി ഇല്ലാത്ത പിക്ചർ ആയതുകൊണ്ടാണ് തന്നെ ആ പിക്സൽസ് പൊട്ടി നിൽക്കുന്നത് കേട്ടോ. ഇതാണ് സ്റ്റുഡിയോയിൽ അവർ ചെയ്യുക. ഓക്കെ, ഇതാണ് സ്റ്റുഡിയോയിൽ അവർ ചെയ്യുക. ഇനിയിപ്പോൾ ഞാനൊരു ചുരുക്കൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങളാരും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ ഈ പോലീസ് കള്ളനോട്ട് അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. അപ്പോൾ പറയാറില്ലേ, വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് പിടിച്ചു അല്ലെങ്കിൽ അതിൻ്റെ ഉപകരണങ്ങൾ പിടിച്ചു, അത് എഡിറ്റ് ചെയ്യണ ഭാഗം പിടിച്ചു എന്നൊക്കെ പറഞ്ഞേക്കാറില്ലേ? അതൊക്കെ ചെയ്യുന്നത് ഈ ടൂൾ വെച്ചിട്ടാണ്. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഇപ്പോൾ സർട്ടിഫിക്കറ്റ്, വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ അടിക്കുന്ന സമയത്ത് ഇത് ആ വേറൊരാളുടെ സർട്ടിഫിക്കറ്റ് കോപ്പി ചെയ്ത് ആ ഭാഗമൊക്കെ മാച്ച് കളഞ്ഞ് എന്നിട്ട് അങ്ങനെയൊക്കെയാണ് അത് സെറ്റ് ചെയ്യുക. മനസ്സിലായ? ഇപ്പോൾ മഞ്ജു വാര്യർ കണ്ടില്ലേ, ബ്ലർ ചെയ്തപ്പോൾ ആ എഫക്റ്റൊക്കെ പോയി, ആ പൊട്ടണ എഫക്റ്റൊക്കെ പോയി. സംഭവം മനസ്സിലായ? ഇതാണ് സ്റ്റുഡിയോക്കാർ ചെയ്യുന്ന വർക്കാണ്. ഫോട്ടോ ടച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു വർക്ക്. കണ്ടോ? മനസ്സിലായല്ലോ? കണ്ടില്ലേ? അത് ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ നമ്മുടെ ആ ഡയറക്ഷൻസിനനുസരിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കണ്ടില്ലേ, മഞ്ജു വാര്യർ ചുള്ളത്തെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഫോട്ടോ നമുക്ക് ടച്ച് ചെയ്യാനായിട്ട്. ക്ലോൺ സ്റ്റാമ്പ് എന്താണെന്ന് മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? ഗായത്രി, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ആൾട്ടിക്ക് അമർത്തി പിടിക്കുക. ആൾട്ടിക്ക് അമർത്തി പിടിച്ചിട്ട് അതിൻ്റെ ചുറ്റുള്ള കളർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലോൺ സ്റ്റാമ്പ് ടൂൾ എടുക്കുക. ആൾട്ടിക്ക് അമർത്തി പിടിക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് ഭാഗമാണോ അവിടെ ടച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് അത് കൊടുന്ന് മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അതിൽ തന്നെ ഒരു ടൂളും കൂടി ഉണ്ട്, ക്ലോൺ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടൊരു ടൂള്. ക്ലിയർ ആണല്ലോ? ക്ലോൺ പാറ്റേൺ സ്റ്റാമ്പ് ടൂളിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ പാറ്റേൺ ആക്കാൻ പറ്റും. ഓക്കെ, ഒരു സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഞാനിപ്പോൾ മഞ്ജു വാര്യരുടെ കണ്ണ് സെലക്ഷൻ ചെയ്യും. ഓക്കെ, സെലക്ഷൻ ചെയ്തിട്ട് ഞാൻ നേരെ എഡിറ്റിൽ പോയിട്ട് ഡിഫൈൻ പാറ്റേൺ. മനസ്സിലായല്ലോ? എഡിറ്റിൻ്റെ ഉള്ളിൽ പോവുക, എഡിറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡിഫൈൻ പാറ്റേൺ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ ക്ലോൺ സ്റ്റാമ്പിൻ്റെ രണ്ടാമത്തെ ടൂളാണ് പാറ്റേൺ സ്റ്റാമ്പ് ടൂള്. അതെടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ട നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ അവിടെ എടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട പാറ്റേൺ വന്നത് കണ്ടോ? ഇതിപ്പോൾ ഒരു സിനിമ സ്റ്റാറിൻ്റെ കണ്ണോ മൂക്കോ അങ്ങനെയൊന്നും പാറ്റേൺ സെറ്റ് ചെയ്യാനല്ല ഉപയോഗിക്കുക. അതിന് ഞാൻ ഐഡിയ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു പേജ് എടുത്തു, ശ്രദ്ധിക്കിട്ടാണ്. ഞാനിവിടുന്ന് ഒരു പേജ് എടുത്തു. അതിപ്പോൾ ഒരു പേപ്പർ, ഒരു A4 പേപ്പർ എടുത്തില്ല എന്ന് വിചാരിക്കുക. A4 പേപ്പർ. ഓക്കെ, ഏത് സൈസ് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. A4 പേപ്പറിൽ ഞാൻ എന്ത് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എടുത്തു. ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞാൻ A4 പേപ്പർ എടുത്തിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഒരു ചില്ല് പോലെ കണ്ടല്ലോ. ഇതാണ് ട്രാൻസ്പെറൻറ്റ് പേജിൻ്റെ പ്രത്യേകത കേട്ടോ. എന്നിട്ട് ഞാനൊരു റൗണ്ട് വരച്ചു. ഒരു റൗണ്ട് വരച്ചിട്ട് അതിന് ഞാനൊരു കളർ കൊടുത്തു. അപ്പോൾ ഞാനൊരു മഞ്ഞ ഇങ്ങനത്തെ ഒരു കളർ കൊടുത്തിട്ട് ആൾട്ട് ബാക്ക് സ്പേസ്, കളർ ഫില്ല് ചെയ്യാൻ ആൾട്ട് ബാക്ക് സ്പേസ് കൊടുത്തു. സെലക്ഷൻ കളഞ്ഞു. ഇനി നോക്കിട്ടാ, ഇനി നമ്മളിതിനെ പാറ്റേൺ ടൂൾ എടുത്തിട്ട്, ഒരു സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഞാനിതിനെ പാറ്റേൺ ആക്കി സെറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഒരു ബോക്സ് വരച്ചിട്ട് ഞാൻ എഡിറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡിഫൈൻ പാറ്റേൺ കൊടുത്തു. ഓക്കെ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഞാൻ വർക്ക് എടുക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കട്ടെ, ഞാനൊരു A4 പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. A4 പേപ്പറിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് എടുത്തിട്ടുള്ളത്, ട്രാൻസ്പെറൻ്റ് അല്ല. A4 പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു,
പ്രിൻറ്റിൽ നമ്മളിപ്പോൾ ഒരു A4 പേപ്പറൊക്കെ എടുത്തു. ട്രാൻസ്പെറൻ്റ് അല്ല, വൈറ്റ് ആയിട്ട് എടുത്തത്. നേരത്തെ ഇവിടെ ട്രാൻസ്പെറൻ്റ് എടുത്തിട്ടാണ് സെറ്റ് ചെയ്തത്. ഇവിടെ ഞാൻ വൈറ്റ് എടുത്തിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിൽ പുതിയൊരു ലെയർ കൊടുത്തിട്ട് നമ്മുടെ പാറ്റേൺ ടൂൾ എടുക്കുക. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാറ്റേണോട് വന്നിട്ട് ആ പാറ്റേൺ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുത്തൊക്കെ കണ്ട, മനസ്സിലായ? ഒന്നുകൂടി പറയോ? കണ്ട, ഇങ്ങനെ ഒരു ഡിസൈൻ ഫോട്ടോഷോപ്പിൽ ചെയ്ത് വരാനായിട്ട് എത്ര സമയം എടുക്കും നിങ്ങൾ? മനസ്സിലായ? ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ പേജ് എടുക്കുക. പേജ് എടുക്കുമ്പോൾ പാറ്റേൺ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പേജ് നമ്മൾ ട്രാൻസ്പെറൻറ്റ് പേജായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതിൽ ബാക്ക്ഗ്രൗണ്ട് വരാൻ പാടില്ല. എന്നിട്ട് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യുന്ന ടൂൾ കൊണ്ട് ഓക്കെ ഒരു ടെക്സ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്തും ചെയ്യാം കേട്ടോ, ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പിക്ചർ വരയ്ക്കാം. അത് ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം, കുഴപ്പമില്ല. അല്ല ടെക്സ്റ്റിൻ്റെ കളർ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ കളറുകളൊക്കെ കൊടുത്തു, സ്റ്റൈലൊക്കെ കൊടുത്തു, ഫോർമാറ്റുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഞാനൊരു സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ബോക്സ് സെലക്ഷൻ തന്നെ എടുത്തിട്ട് ചെയ്യണം കേട്ടോ. എഡിറ്റിൽ ഡിഫൈൻ പാറ്റേൺ ഒരു പേര് കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു പേജ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് വൈറ്റ് കളർ കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുത്തു. ഇനി ഞാൻ എന്ത് പറയാണ്, ഇവിടെ പുതിയൊരു ലെയർ ഇൻസേർട്ട് ചെയ്തു. പുതിയ ലെയർ ഇൻസേർട്ട് ചെയ്തിട്ട് പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ എടുക്കുക. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ അവിടെ വന്നിട്ടുണ്ടാവും. എഡിറ്റിൽ സാർ ഏത് ഓപ്ഷൻ എടുക്കണ്ടേ? ഡിഫൈൻ പാറ്റേൺ. അത് ഓപ്പൺ ആവുന്നില്ലല്ലോ. അത് സെലക്ഷൻ ടൂൾ വെച്ചാ സെലക്ഷൻ ചെയ്താ? സെലക്ഷൻ ബോക്സ് എടുത്തിട്ട് തന്നെയാണോ സെലക്ട് ചെയ്തത്? ആവൂലോ, ആക്റ്റീവ് ആവൂലോ. ഒന്നുകൂടി വേറെ പേജ് എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കി. ബോക്സ് എടുത്തിട്ട് തന്നെ സെലക്ഷൻ ചെയ്യണം കേട്ടോ. ബോക്സ് എടുത്തിരുന്നു. ആ, ഒന്നുകൂടി ചെയ്ത് നോക്കൂ. ഇല്ലെങ്കിൽ ക്യാമറ കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ക്യാമറ കണക്ട് ചെയ്യൂ. അപ്പോൾ എന്താ തെറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ക്യാമറ കാണുന്നുണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് ഞാൻ അവിടെ വരട്ടെ. എഡിറ്റ് എനിക്ക് ക്ലിയർ ആവണില്ല. അത് ആക്റ്റീവ് ആവാണ്ടാണോ? ഒരു വേറെ പേജ് എടുത്തേ. ഇത് ക്ലോസ് ചെയ്തിട്ട് വേറൊരു പേജ് എടുത്തേ. അത് ക്ലോസ് ചെയ്തേ, വേറൊരു പേജ് എടുത്തേ. കൺട്രോൾ N. അതിൽ ട്രാൻസ്പെറൻറ്റ് പേജ് ആക്കുക കേട്ടോ. അടിയിൽ ടൈപ്പ് ട്രാൻസ്പെറൻ്റ് ആക്കുക, വൈറ്റിൻ്റെ അവിടെ ട്രാൻസ്പെറൻ്റ് ആക്കുക. ഇനി ആ പേപ്പറിൻ്റെ സൈസൊക്കെ ഓർമ്മയല്ലേ? ഇത് ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ, വെള്ള കളർ ട്രാൻസ്പെറൻ്റ് തന്നെയല്ലേ വന്നുള്ളത്? ഓക്കെ. ഇനി ഒരു റൗണ്ട് വരച്ചിട്ട് ഒരു കളർ കൊടുത്തു. ഇനി ബോക്സ് സെലക്ഷൻ എടുക്കും. ഫസ്റ്റത്തെ മാർക്ക് യു സെലക്ഷൻ, അടുത്ത സെലക്ഷൻ ചെയ്യൂ. ഇനി എഡിറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡിഫൈൻ പാറ്റേൺ. ഇല്ല, അത് വരുന്നില്ല. അതോ ആക്റ്റീവ് അല്ല. ഒരു കാര്യം ചെയ്യൂ, ഓട്ടോ ഷേപ്സ് അല്ലാതെ, ഒരു മിനിറ്റ്, ഒന്നുകൂടി എടുക്കൂ. ഓട്ടോ ഷേപ്സ് അല്ലാതെ വെറും ഈ റൗണ്ട് കളയൂ. നീ റൗണ്ട് കളഞ്ഞേ, റൗണ്ട് മാത്രം ഡിലീറ്റ് ചെയ്ത, റൗണ്ട് മാത്രം. ലെയർ ഡിലീറ്റ് ചെയ്താൽ മതി. ഒരു ലെയറിൽ കൊടുത്തോളൂ. അത് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തുള്ള കാരണമാകും. ഒന്ന് ലെയർ കൊടുത്ത, ഒരു പുതിയ ലെയർ. ഗായത്രി ഒരു മിനിറ്റ് ഇട്ടാ. ഇനി പുതിയൊരു ലെയർ കൊടുത്തേ. ലെയർ ബോക്സിൽ പുതിയൊരു ലെയർ കൊടുത്തേ. ഇനി അതിലൊരു റൗണ്ട് വരച്ചേ, വേറെ റൗണ്ട് വരച്ചേ. റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ആൾട്ട് ബാക്ക് സ്പേസ് വെച്ച് കളർ ഫില്ല് ചെയ്യുക. ഷേപ്പ് അല്ലാതെ കളർ ഫില്ല് ചെയ്യും. ബോക്സ് അല്ല, ബോക്സ് ആണെങ്കിൽ ബോക്സ് ആയാലും കുഴപ്പമില്ല, ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഇനി ക്ലിക്ക് ചെയ്യൂ. കളർ ഫില്ല് ചെയ്യട്ടെ.
കളർ ഫില്ല് ചെയ്യാം. പുതിയ ലെയറിലല്ലേ ചെയ്തുള്ളത്? അതെ. ഓക്കെ. ഇനി സെലക്ഷൻ ചെയ്യാം. സെലക്ഷൻ ടൂൾ എടുത്തിട്ട് സെലക്ഷൻ ചെയ്യാം. ഇപ്പം വന്നില്ലേ? ശരി കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കണ്ടില്ലേ, ഒരു ടെക്സ്റ്റ് ക്രിയേഷൻ ആയത് കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ല രസത്തിലുള്ള ഡിസൈനുകളൊക്കെ ചെയ്തുകൂടെ? ഈ വെഡ്ഡിങ്ങിൻ്റെ വർക്കൊക്കെ വരുന്ന സമയത്തൊക്കെ കാണാം, കണ്ടിട്ടില്ലേ? ഇങ്ങനെ മറ്റേ നമ്മൾക്ക് ഇതേ അലൈൻമെൻറ്റിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റുകളെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇത്രയും ഭാഗം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോ അയക്കാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. ഞാനിതൊന്ന് റെക്കോർഡിംഗ് ഒന്ന് ഓഫാക്കട്ടെ. എന്തെങ്കിലും